ഇത് സിമ്പിളായിട്ടുള്ള ഒരു കോട്ടഡോറിയ സാരിയാണ്. പ്രിൻറ്റഡ് ഇതിൽ വരുന്നതാണ്. ഇതിൻ്റെ തന്നെ പല ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന സാരീസിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതൊരു 800 റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസേ ഉള്ളതിന്. അപ്പം ഇത് എനിക്ക് എടുത്തപ്പം ഇത് സ്റ്റൈൽ ചെയ്യാൻ നേരത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്താൽ ഇത് ഭംഗിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഒരു വി സ്റ്റാറിൻ്റെ ഒരു പ്ലെയിൻ ഗ്രീൻ ബ്ലൗസാണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഗ്രീൻ ഡിസൈൻസ് ഉള്ളത് കൊണ്ട് ഇതിനോട് മാച്ചാവും തോന്നിയത് കൊണ്ട് ഗ്രീൻ ബ്ലൗസ് ഇതിനൊരു ഓപ്ഷനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ആഡംബരമായിട്ട് നിൽക്കേണ്ട, വളരെ സിമ്പിളായിട്ട് പോയാൽ മതിയെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ ബ്ലൗസ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനെ ഒന്ന് ഗ്രീൻ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ അതൊരു ഒത്തിരി ഇരുണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറാമിക് ബീഡ് പ്രിൻറ്റഡ് നെക്ക് പീസാണ്. അത് ഒരു പ്രിൻറ്റഡ് ഡിസൈൻ തന്നെ ആയത് കാരണം ഇതിനോട് നല്ല ഭംഗിയായിട്ട് പോവും. നല്ല രസമുള്ള ഇത് ഓൾറെഡി ഇതിനകത്ത് സ്കൈ ബ്ലൂവും ഒക്കെ വരുന്നതുകൊണ്ട് ഗ്രീനൊക്കെ വരുന്നതുകൊണ്ട് ഇതിനോട് മാച്ചായി പോകും. ബ്ലൗസ് അധികം ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത കാരണം പ്രിൻറ്റഡ് ഇതിനോട് മാച്ചായി പോവേ. അടുത്തൊരു ഓപ്ഷൻ ഞാൻ ചിന്തിച്ചത് കാണിക്കാം. ഇതേ സാരി തന്നെ ഒരു ബ്രൈറ്റർ ഓപ്ഷന് കൊടുത്താൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കൂട്ടത്തിൽ എടുത്ത് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന രീതിയിലൊരു ഡിസൈൻ വേണമെന്ന് തോന്നിയാൽ ഇന്ന് റെഡ് ഒരു കാന്താ വർക്ക് ഡിസൈൻ വരുന്നൊരു ബ്ലൗസ്. അപ്പം ഇതിനകത്ത് മൾട്ടി കളേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്ലീവ്സിലും ഇതിൻ്റെ ബാക്ക് പോർഷനിലും കാന്താ വർക്ക് ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ച് അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് ചോക്കർ, പീകോക്ക് ഡിസൈൻ വരുന്നൊരു ത്രെഡ് ചോക്കറോട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഓപ്ഷൻസാണ് ഞാൻ കാണിക്കുന്നത്. ഒരാൾക്ക് ഒരു സാരി തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നുള്ളതിൻ്റെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഇങ്ങനെ പല സാധനങ്ങൾ വെച്ച് നോക്കും എങ്ങനെയായിരിക്കും അത് ഭംഗിയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഞാൻ ചിന്തിച്ചത് ഇതിന് ഓൾറെഡി ചെറിയൊരു ഗോൾഡൻ സെറി പോലെയുണ്ട്. അപ്പോൾ നമ്മുടെ തന്നെ രൂപയുടെ തന്നെ ഒരു ഗോൾഡൻ സെറി ബോർഡറുള്ള ഒരു ബ്ലൗസ് ഗ്രീൻ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ പോകണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ അപ്പോൾ പെയർ ചെയ്യാൻ ഞാൻ ഓർത്തൊരു ഓപ്ഷന് ഈ ഗ്രീൻ കളറിലെ ബ്യൂട്ടിഫുൾ ബീഡാണ്. ഇത് സ്റ്റോൺ ബീഡും ചേർന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഒരു സാരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സിനോട് പെയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ ഇതിൻ്റെ നെക്ക് പീസും അതിൻ്റെ ഇയറിങ്സും ഇതിന് നല്ല ഭംഗിയായിട്ട് മാച്ചാവും. അപ്പം നമുക്ക് ഞാൻ കാണിച്ചത് മുഴുവൻ ഡിഫറെൻറ്റ് ഓപ്ഷൻസാണ്. ഒരു സാരി തന്നെ ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇത് പെയർ ചെയ്ത് ഭംഗിയാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ധരിക്കാം എന്നുള്ളത്. ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പല ഡിഫറെൻറ്റ് ബ്ലൗസസ് നമുക്ക് ചെയ്യാം. അതിനോട് തന്നെ ഡിഫറെൻറ്റ് ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള അധികം ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറിൽ ഇതിനകത്ത് തന്നെ ഒരു ബ്ലൗസ് പീസ് ഉണ്ട്. ഈ കളറിലെ ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ സ്ലീവ്സിന് ചെറിയ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഒരു മൾട്ടി കളർ നല്ല ഭംഗിയുള്ള ഒരു മാരായ കൂടി ഇതിനോട് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചാണ് ഓരോന്നും പെയർ ചെയ്യുന്നത് എങ്ങനെ ഇരിക്കുന്നുള്ളത്. അപ്പോൾ ഒരു സാരി തന്നെ പല രീതിയിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറെ ലൈറ്റ് കളർ ബ്ലൗസിൻ്റെ ഒരു ഓപ്ഷനോട് കാണിക്കാം. ഇതിൻ്റെ സ്ലീവ്സിലും ഇവിടെ മാത്രമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിനോട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മൾട്ടി കളർ ബീഡ് നെക്ക് പീസും യൂസ് ചെയ്യാമേ. ഇതിലൂടെ ഈ സാരിയുടെ കൂടെ പെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനായിരിക്കും ഇത്. ഇത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇത് മൾട്ടി കളർ ഗ്ലാസ് ബീഡ് നെക്ക് പീസാണ്. നാച്ചുറൽ ഡേ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുകൾ വരുന്ന കോട്ടഡോറിയ സാരികളുണ്ട്. സാരികൾക്ക് ഇതിനേക്കാൾ വില കൂടുതലായിരിക്കും, വില വ്യത്യാസമായിരിക്കും. കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഡിസൈൻസിലുള്ള നാച്ചുറൽ ഡേ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് സാരികളും വരുന്നുണ്ട്. നമ്മൾ പ്രീ ബുക്കിംഗ് കാറ്റഗറിയിൽ അങ്ങനത്തെ സാരികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പ്രിൻറ്റ് വരുന്ന സാരിയാണ്. ഇത് നല്ല ഒരു ചെറിയ ഗോൾഡൻ സെറി വന്നിരിക്കുന്ന, ഒരുപാട് എടുത്ത് നിൽക്കുന്ന കളറല്ലാത്തതുകൊണ്ടാണ് സിൽവർ ജ്വല്ലറിന് മാച്ചാവുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഒരുപാട് എടുത്ത് നിൽക്കുന്ന ഗോൾഡൻ കളറാണെങ്കിൽ സിൽവർ ഓർണമെൻറ്റ്സ് അതിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പം വൃത്തിയുടായിരിക്കും കാണാൻ. കോട്ടഡോറിയ സാരികളെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോട്ടഡോറിയ മിക്സ് സാരിയാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ഉള്ള സാരികളാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരികൾ ഇഷ്ടപ്പെടാത്തവർ കോട്ടഡോറിയ സാരി ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഈ സാരി കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പെയർ ചെയ്യുമ്പോഴും പ്ലേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ. അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരികൾ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക്. അപ്പം ഇന്ന് കാണിച്ച ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സ്റ്റൈലിങ്ങും ഫാഷനൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനും നമ്മുടെ കംഫർട്ടബിൾ ആയിരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെയും ഓരോ ടേസ്റ്റിനനുസരിച്ചാണ് ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു സ്റ്റൈലിംഗ് ടിപ്സ് പറഞ്ഞതാണ്. ഓരോരുത്തരും അവരുടെ ടേസ്റ്റ് അഭിരുചികൾക്കനുസരിച്ചുമായിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പം ഇന്ന് കാണിച്ച ഇതിനോട് കുപ്പിവളകളൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരുപാട് നമ്പറല്ല, ഇതുപോലെ കുറച്ച് നമ്പർ. ഇത് സ്കൈ ബ്ലൂ കളറും ഗ്രീനോട് ചേർന്നതാണ്. കുറച്ച് ലിമിറ്റഡ് നമ്പറൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുവാണെങ്കിലും നല്ല രസമായിരിക്കും കാണാനേ. ഞാൻ പറഞ്ഞില്ലേ, ഈ അവരുടെ അഭിരുചികൾക്കനുസരിച്ചുമായിട്ടുള്ള സ്റ്റൈലിംഗ് മെത്തേഡ്സും ടിപ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. ഒരു സിമ്പിളായിട്ട് തന്നെ സ്റ്റൈൽ ചെയ്തേക്കുന്നത് കണ്ടുള്ളൂ. ഇതൊരു ക്രീം കളറിലെ ആ കാന്താ വർക്ക് ബ്ലൗസും മൾട്ടി കളർ ഒരു സ്റ്റോൺ നെക്ക് പീസും ഞാനിട്ടു. ഒരു 2 ചെറിയ കുപ്പിവളകൾ നമ്മൾ ഒരെണ്ണം വീതം സ്കൈ ബ്ലൂ കളറിലും ഇട്ടു. അപ്പം ഈ സാരിയുടെ തന്നെ നമുക്ക് വേറെ കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.